ചെറുപുഴ വാർത്ത ഗ്രാമവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാർഷിക മേഖലയിൽ തന്റേതായ ഒരിടം കണ്ടെത്തുകയാണ് ഈ റിട്ടയർഡ് അധ്യാപകൻ. മലയാളി ഓണം ആഘോഷിക്കാൻ അതിർത്തി കടന്നു വരുന്ന വണ്ടിയെ കാത്തിരിക്കുമ്പോൾ തന്റെ കൃഷിയിടത്തിൽ അരി മുതൽ പൂക്കളടക്കം എല്ലാ പച്ചക്കറികളും വിളയിച്ചിരിക്കുകയാണ് ചെറുപുഴയിലെ ജലാൽ മാഷ്. ജലാൽ മാഷിന്റെ കൃഷിവിശേഷങ്ങൾ അറിയാം. ഓണം ആഘോഷിക്കാൻ മലയാളി ഒരുങ്ങുമ്പോൾ ഓണസദ്യയ്ക്ക് ആവശ്യമായവയെല്ലാം തൻ്റെ കൃഷിയിടത്തിൽ വിളയിച്ചിരിക്കുകയാണ് മലയോരത്തെ ഈ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ. ചെറുപുഴയിലെ കെ എ ജലാൽ മാസ്റ്ററാണ് ഒഴിവുകാലത്ത് മണ്ണിൽ പൊന്നു വിളയിക്കുന്നത്. സാധാരണ ഞാൻ പച്ചക്കറി കൃഷി നടത്താറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് തോന്നി കുറച്ച് പൂക്കളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് പച്ചക്കറി കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓണസദ്യയ്ക്ക് ആവശ്യമായ അരിയും പച്ചക്കറിയും പായസത്തിന് വേണ്ട അരിയും എല്ലാം ഇവിടെ വിളഞ്ഞു നിൽക്കുകയാണ്. അതായത് ചേന മുതൽ ഇങ്ങോട്ടേക്ക് ഒരു 15ഓളം ഐറ്റംസ് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ അധികമൊന്നും വിളവൊന്നും നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥയും പിന്നെ അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അധികമൊന്നും കിട്ടിയില്ല എന്നറിയാം. എന്നിരുന്നാലും ഇതിൽ നിന്നെല്ലാം നമ്മൾ വിൽപ്പനയ്ക്കല്ലാണ്ട് നമ്മുടെ ഉപയോഗത്തിന് ഒരു മുറമല്ല ഒരു കൊട്ട കണക്കിന് തന്നെയാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ കുറച്ചൊന്ന് പരിശ്രമിക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്കൊരു മാനസികമായിട്ടൊരു സംതൃപ്തിയുണ്ട്. അതുപോലെ തന്നെ ഒരു എൻഗേജ്മെൻറ്റായി എപ്പോഴും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇതുവഴി ഒന്ന് നടന്നു വരുമ്പോൾ ഈ കാറ്റും അതുപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. പച്ചമുളക്, വെണ്ട, വഴുതന, കക്കിരി, പാവൽ, പയർ, കുമ്പളം തുടങ്ങിയ എല്ലാത്തരം പച്ചക്കറികളും മാഷിന്റെ തൊടിയിൽ വിളഞ്ഞിരിക്കുകയാണ്. ഇതിനു പുറമെ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷിയും ഉണ്ട്. ഈ രീതിയിൽ കൃഷി ചെയ്താൽ വിളവ് കൂടുതലാണെന്നാണ് മാഷ് പറയുന്നത്. ചേന, ചേമ്പ്, നേന്ത്രവാഴ, കൂർക്ക മുതലായവയും ഇവിടെ വിളവിന് തയ്യാറായി നിൽക്കുകയാണ്. ചേനയുണ്ട്, കൂർക്ക, തക്കാളി, പാവല്, പയറ്, അതുപോലെ തന്നെ പച്ചമുളക്, കുക്കുംബർ, പിന്നെ അതുപോലെ തന്നെ മത്തൻ, കുമ്പളങ്ങ, അതുപോലെ വെണ്ട. ഏറ്റവും പ്രധാനം നമുക്ക് വേണ്ടുന്നത് ഇഞ്ചി. ഇതൊക്കെ ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം പിന്നെ വിൽപ്പനയ്ക്കില്ലെങ്കിലും ആ സമയത്തേക്ക് വേണ്ടുന്ന കായ്ക്കൊലയുണ്ട്. രണ്ടിനം നെല്ലുകളാണ് ഈ കൃഷിയിടത്തിൽ ഉള്ളത്. പായസത്തിന് ഉപയോഗിക്കുന്ന ഡാബർ ചാലയും ചോറിന് ഉപയോഗിക്കുന്ന ഉമ ഇനവുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഏറ്റവും പ്രധാനം നെല്ലാണ്. അത് വിത്ത് കിട്ടാൻ ലേശം വൈകിയതുകൊണ്ട് നമുക്ക് ഇപ്പം ഫലിച്ചു വരുന്നതേ ഉള്ളൂ. അത് 2 സൈസ് നെല്ലുണ്ട്. ഒന്ന് ഉമയെന്ന് പറയും, അത് നമ്മുടെ നാട്ടിൽ സാധാരണ ഉള്ളതാണ്. ആ വയലറ്റ് കളറുള്ളത് ഡാബർ ചാല എന്ന് പറയും. അതായത് കൂടുതൽ മെഡിസിനൽ ഉപയോഗമുള്ള ഒരു പിന്നെ നെൽച്ചെടിയാണ്. ഞാനിത് ഉദ്ദേശിച്ച് മേടിച്ച് വെക്കാൻ കാര്യം പായസത്തിന് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ പായസം. അപ്പം നെല്ല്, അരി, ചോറ്, പായസം, പിന്നെ ബാക്കി എല്ലാ കൂട്ടങ്ങളും അത്യാവശ്യം നമുക്ക് വേണ്ടുന്നത്. പിന്നെ പശുവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിത് ഉപയോഗിക്കുന്നത് ശരിക്കും ജീവാമൃതമാണ്. അതിന് ഒരു 15 ദിവസം കൂടുമ്പം പശുവിൻ്റെ മൂത്രമൊക്കെ കൂട്ടി വെച്ചിട്ട്
ചാണകമൊക്കെ കൂട്ടി ഒരു ജീവാമൃതം തയ്യാറാക്കും, അത് ഒഴിച്ചു കൊടുക്കും. പിന്നെ ചിലപ്പോൾ ഈ മഴക്കാലം കൂടുതലായതുകൊണ്ട്, കീടബാധ കൂടുതലായതുകൊണ്ട് ഒരു ആഗ്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയുണ്ട്, അതിടയ്ക്ക് പച്ചക്കറികളൊക്കെ തളിച്ചു കൊടുക്കും. അത്തരത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. നെല്ലിൻ്റെ വിത്ത് ഞാൻ വാങ്ങിയത് അത് മെയ് മാസത്തോടു കൂടി തന്നെ ഞാൻ പലയിടത്തും അന്വേഷിച്ചു, കിട്ടിയിരുന്നില്ല. എന്നിട്ട് കാങ്കോൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ഡയറക്ടറായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മുരളി മാഷ് എന്ന് പറയുന്നത്, സയൻസ് സ്കൂളിലെ മാഷായിരുന്നു. പിന്നെ അദ്ദേഹവുമായിട്ട് എന്നെ പഴയ നമ്മുടെ കൃഷി ഇവിടെ ചെറുതുണ്ടായിരുന്ന പെരിങ്ങത്തുള്ള ജയരാജൻ സാർ എന്നെ പരിചയപ്പെടുത്തി തന്നു. ഞാൻ അദ്ദേഹത്തോട് ഈ നെല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഷെ ഇന്നടുത്ത് പോയാൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ജയരാജൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ കാങ്കോലിൽ പോയി അവിടുന്ന് വാങ്ങുകയാണ് ചെയ്തത്. ഡാബർചാലയ്ക്ക് 1 കിലോയ്ക്ക് 800 രൂപയാണ് അതിൻ്റെ വിലയുള്ളത്. അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വിത്താണ്. പിന്നെ സാധാരണ ഉമയ്ക്ക് സാധാരണ പൈസയുള്ളൂ, ഒരു 40 രൂപയ്ക്കേ ഉള്ളൂ. അങ്ങനെ ഞാൻ കാങ്കോലിൽ നിന്നാണ് ഞാനെൻ്റെ വിത്ത് സംഘടിപ്പിച്ചത്. പച്ചക്കറി വിത്തുകൾ നമുക്കിപ്പോൾ ഉണ്ടല്ലോ, ഈ പച്ചക്കറി നടാനോ ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊരു വിവരം, പണ്ടാണ് നമുക്ക് അറിവില്ലായ്മ കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമുക്ക് ധാരാളം നഴ്സറികളല്ലേ ഉള്ളത്. എവിടെ പോയ ചെറുവഴിയാണെങ്കിൽ 2-3 ഉണ്ട്, പുളിങ്ങോത്തുണ്ട്, പിന്നെ കാങ്കോലുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല വിത്തുകൾ, ഹൈബ്രിഡ് വിത്തുകൾ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഞാനിത് വിത്തുകൾ സംഘടിപ്പിക്കുന്നത്. പൂക്കളമിടാൻ ആവശ്യമായ പൂവും ഇവിടെ തന്നെയാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. ചെണ്ടുമല്ലിപ്പൂക്കളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. പച്ചക്കറി കൃഷിയിടത്തിൽ ചെണ്ടുമല്ലി കൃഷി കൂടി നടത്തിയാൽ കീടബാധ കുറവാണെന്ന് ജലാൽ മാഷ് പറയുന്നു. കൃഷിഭവൻ 2020 ഞാൻ ഇത് റിട്ടയർ ചെയ്തതിന് ശേഷം വ്യാപകമായിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. 2020 പിന്നെ ഇതുമൊക്കെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ധാരാളം ചെയ്തു വിൽപ്പനയൊക്കെ നടത്തി. പക്ഷേ അതത്ര ഒരു വിൽപ്പനയ്ക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു കർഷകന് അവൻ്റെ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു ബിസിനസ് മൈൻഡും കൂടെ വേണം. അതില്ലാത്തവർക്ക് ഈ വിൽപ്പന കൊണ്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വിൽപ്പനയ്ക്കില്ല, നമ്മുടെ അത്യാവശ്യം ഉള്ളത് ചെയ്യും. പക്ഷേ അന്ന് ഞാൻ വ്യാപകമായിട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ മഴമറ. സാധാരണ ആ മഴമറ ഞാൻ പരമാവധി ഉപയോഗിക്കലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പച്ചക്കറികൾ ഇവിടെ നിൽക്കുന്നതും. അതുപോലെ ഞാൻ മുന്തിരി പലവട്ടം ഞാൻ എന്ത് ചെയ്തു, പറമ്പിൽ നട്ടു. പക്ഷേ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് മഴക്കെല്ലാം അഴുകി പോകുന്നു. ഞാൻ നേരെ ഒരു ഐഡിയ തോന്നി, 2 മുന്തിരി തൈ കിട്ടിയപ്പോൾ അവിടെ കൊണ്ടുവച്ചു. ഇപ്പോൾ 3 വർഷമായി. അതിപ്പോൾ ഇപ്പോഴല്ല നമ്മൾ ചെയ്യുന്നത്, ഡിസംബർ മാസത്തിൽ അത് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച് മാസത്തോടുകൂടി നല്ല മധുരമുള്ള കായ് നമുക്ക് കിട്ടും. മാഷിൻ്റെ കൃഷിയിടം എല്ലാ സമയവും സംഗീത സാന്ദ്രമാണ്. കൃഷിയിടത്തിലും തൊഴുത്തിലും വീട്ടിലുമെല്ലാം പഴയ പാട്ടുകൾ മുഴങ്ങിക്കേൾക്കാം. മൃഗങ്ങൾക്കും വിളകൾക്കുമെല്ലാം സംഗീതം വേണമെന്നാണ് മാഷ് പറയുന്നത്. കൂടാതെ വീട്ടിലെ ആവശ്യത്തിന് താറാവുകളെയും കോഴികളെയും എല്ലാം വളർത്തുന്നുണ്ട്. നമ്മുടെ തൊടികളിൽ നമുക്ക് ആവശ്യമായവ കൃഷി ചെയ്ത് നല്ല ഭക്ഷണം വിളമ്പുക എന്നതുകൂടിയാണ് ഇദ്ദേഹം നൽകുന്ന സന്ദേശം. വിഷരഹിത ഓണസദ്യ എന്ന ജലാൽ മാഷിന്റെ സ്വപ്നം എല്ലാവർക്കും യാഥാർത്ഥ്യമാകട്ടെ. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. കൊല്ലംപറമ്പിൽ ബോർവെൽസ്, ചെറുപുഴ. കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു. മാസ്റ്റർ ഡ്രില്ലിംഗ്, ട്രാക്ടർ ഡ്രില്ലിംഗ്, ഇൻവെൽ ഡ്രില്ലിംഗ്. കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം. കേരള സർക്കാർ അംഗീകൃത ഏജൻസി.